ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ ദുബായിലാണ്. ബുർജ് ഖലീഫ ലൈറ്റ് ഷോ ആൻഡ് ദുബായ് ഫൗണ്ടൈൻ ഷോ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അവിടോട്ട് പോകും. ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നിട്ടാണ് ആ ലൈറ്റ് ഷോ നടക്കുന്ന സ്ഥലം. അവിടോട്ട് ഞങ്ങൾ പോവാണ്. ഇവിടെ നോക്കട്ടെ, ഇത് അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ വളരെ ഭയങ്കര ജനക്കൂട്ടമാണ്. ഇപ്പോൾ പിന്നെ ഫൗണ്ടൈൻ ഷോ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എവരി ഹാഫ് ആൻ അവർ വീതം ഇതുണ്ടാണ് ഫൗണ്ടൈൻ ഷോ തുടങ്ങി. എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ദുബായിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷനായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഫൗണ്ടൈൻ ഷോ. അത് ബുർജ് ഖലീഫ ഉണ്ടാക്കിയ ആ സമയത്ത് തന്നെയാണ് ഈ ലേക്കും ഇവിടെ ഉണ്ടാക്കിയത്. വളരെ വിസ്തൃതമായിട്ട്, എനിക്ക് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത്ര മാത്രം വലിയൊരു ലേക്കിലാണ് ഈ ഫൗണ്ടൈൻ ഷോ നടക്കുന്നത്. ഇപ്പോൾ ദുബായിൽ വരുന്ന ആരും ഇത് കാണാതെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര വളരെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഫൗണ്ടൈൻ ഷോ ആണ് ഇവിടെ കാണുന്നത്. ഇവർ ക്ലെയിം ചെയ്തിരിക്കുന്ന ഏറ്റവും ലാർജസ്റ്റ് ഡാൻസിങ് ഫൗണ്ടൈൻ ഷോ ഇൻ ദ വേൾഡ് എന്നാണ് ഇതിനെക്കുറിച്ച് ഇവർ പറയുന്നത്. വാസ്തവത്തിൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. വളരെ വിസ്താരമായിട്ടുള്ള ഒരു ഏരിയയിലാണ് നടക്കുന്നത്. വളരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഇത് കാണാൻ അനേക ആയിരങ്ങൾ ഇവിടെ വന്ന് കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെ എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും ഈ ഷോ ഇവിടെ ഇവർ കാണിക്കും. ഇതിന് പ്രത്യേകിച്ച് ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ സമയമാകുമ്പോൾ ഈ ലേക്കിൻ്റെ സൈഡിൽ വന്ന് നിന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ലൈറ്റ് ഷോയും ഫൗണ്ടൈൻ ഷോയും എവരി ഹാഫ് ആൻ അവർ വീതം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും. ഈ ഫൗണ്ടൈൻ ഷോ കുറച്ചുകൂടെ നമുക്ക് ആസ്വാദ്യകരമാക്കി തീർക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ ഈ ട്രഡീഷണൽ ഇതിവിടെ ഈ ഫൗണ്ടൈനിൻ്റെ സൈഡിൽ കൂടെ ആ സമയത്ത് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകും. അതിന് പ്രത്യേകം അഡീഷണൽ ഫീസ് അവർ ചാർജ് ചെയ്യും. അവത്തിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫൗണ്ടൈനിൻ്റെ ഷോ നമുക്ക് കുറച്ചുകൂടെ ആസ്വദിക്കാൻ വേണ്ടി ക്ലോസ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ സഞ്ചരിപ്പിച്ച് നമുക്ക് നമ്മളെ കാണിക്കും. ഇപ്പോഴ് ലൈറ്റ് ഷോ ആണ് നമ്മൾ ഈ കാണുന്നത്. അത് ബുർജ് ഖലീഫ ടവറിൻ്റെ പുറത്താണ് ഇത് കാണിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ രീതിയിൽ ലൈറ്റ് ഷോയും അതിൻ്റെ കൂടെ തന്നെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ലൈറ്റ് ഷോ വേറൊരു 5 മിനിറ്റ്സ് വേറെ കാണിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ അത് നമുക്ക് കാണാൻ സാധിക്കും. ഈ റമദാൻ ടൈമിങ്ങിൽ ഇതിൻ്റെ ടൈം വേരി, ബിക്കോസ് അവരുടെ ഫാസ്റ്റിംഗ് ടൈം കഴിഞ്ഞിട്ട് ആയിരിക്കും അത് തുടങ്ങുന്നത്. ചിലപ്പോൾ 6 എന്നുള്ളത് 7-7:30 തുടങ്ങത്തുള്ളൂ. അപ്പം റമദാൻ ടൈമിങ്ങിൽ ടൈം വേരീസ്. ദാറ്റ്സ് വാട്ട് ദേ സേ. ആളുകൾ വന്ന് കൂടിയിരിക്കുന്നുണ്ടോ? എല്ലാവരും വന്ന് ഈ ഷോ കാണാൻ വേണ്ടിയിട്ട് വരും. ഈ ദുബായ് മാളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരാതെ ആരും പോവില്ല. ഒരു ഷോ കഴിഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ദാഹിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് കരുതി ജ്യൂസ് ഇവിടുന്ന് ഒരു ചെറിയ കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കുകയാണ്. സ്വല്പം എക്സ്പെൻസീവ് ആണ്, എന്നാലും ഫ്രഷ് ജ്യൂസാണെന്നാണ് അവർ പറഞ്ഞത്.
ഇതുകൊണ്ട് ഈ ചെറിയ ബോട്ടിലാണ് നമ്മളെ അവർ ചുറ്റുപാടും കാണിക്കുന്നത്. ഫൗണ്ടൻ ഷോ നടക്കുമ്പോൾ നമുക്ക് ഇതിനകത്തിരുന്ന് ഈ ഷോ കാണാൻ പറ്റും. അങ്ങനെ ലൈറ്റ് ഷോ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഇതുണ്ടോ, കുറച്ചുകൂടെ ഇതിപ്പോൾ ലൈറ്റ് ഷോ മാത്രമേ ഉള്ളൂ. ഫൗണ്ടൻ ഷോ ഇപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ലൈറ്റ് ഷോ തുടങ്ങിയപ്പോൾ നല്ല ഡിസൈൻസൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ കാണിക്കുന്നത് നല്ല രസമുണ്ട്. മ്യൂസിക്കും എന്നോട് കൂടെയുണ്ട്. ഈ മ്യൂസിക് നമുക്ക് കേൾപ്പിക്കാൻ പറ്റത്തില്ല, കാരണം ഇത് കോപ്പിറൈറ്റ് ഉള്ള കാരണമാണ്. ഇത് വേറെ മ്യൂസിക്കാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എന്ത് ഭംഗിയായിരിക്കും നോക്കി. ഈ ടവറിൽ ഓരോ പ്രാവശ്യം കാണിക്കുമ്പോൾ പല തീം ബേസ്ഡ് ആയിട്ടുള്ള മ്യൂസിക്കും ലൈറ്റിങ്ങുമാണ് കാണിക്കുന്നത്. കൂടാതെ ഈ ബിൽഡിങ്ങിൻ്റെ ഈ ടവറിൻ്റെ മുകളിൽ തന്നെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും MR ഗ്രൂപ്പാണ് ഇവിടെ ഈ ബിൽഡിങ്ങുകളിലെല്ലാം ഐ തിങ്ക് ബിൽഡേഴ്സാണെന്ന് തോന്നുന്നു. അവരുടെ അഡ്വർടൈസ്മെൻറ്റ് മിക്കവാറും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വൺ ഓഫ് ദ ബിഗസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് മീഡിയ ഷോ ഓൺ ദ വാൾ ലൈക്ക് ബുർജ് ഖലീഫ. നമുക്ക് ഈ ഷോ വേണമെങ്കിൽ ഈ ബുർജ് ഖലീഫയുടെ മുകളിൽ നമുക്ക് അറ്റ് ദ ടോപ്പ് ഓഫ് ബുർജ് ഖലീഫ അവിടെ നിന്ന് വേണമെങ്കിൽ താഴോട്ട് നോക്കാമെങ്കിലും ഈ ഫൗണ്ടൻ ഷോ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ടവറിൻ്റെ മേലുള്ള ലൈറ്റ് ഷോയും നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റി. കുറച്ചുകൂടെ ഒരു ബെറ്റർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വ്യൂ, അത് നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു, മോർ ദാൻ 1 അവർ. അപ്പോൾ ഇതിൻ്റെ 2 ഷോ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അരമണിക്കൂർ വീതം ഇത് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പോകാൻ തോന്നുന്നില്ല. അതുപോലെ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. തന്നെയല്ല, നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വരാമെങ്കിൽ നല്ല കുറേ സമയം ഇവിടെ നല്ല സ്പെൻഡ് ചെയ്യാൻ കുട്ടികളെയും കൊണ്ടൊക്കെ വരികയാണെങ്കിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ടും ഒത്തിരി ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്. ഈ ബുർജ് ഖലീഫ പണി തീർന്നിട്ട് കുറേ വർഷങ്ങളായെങ്കിലും ഞങ്ങൾ എപ്പോഴാണ് ആദ്യമായിട്ടാണ് ഇവിടെ ദുബായിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. എന്നാലും ഈ ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ദുബായ് മാളിൽ വരികയും ഈ ഷോ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. പിന്നെ ഇനി ബുർജ് ഖലീഫയുടെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ അവിടെയും പോയി അതും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും.
ഇത് രണ്ടാമത്തെ ഫൗണ്ടൻ ഷോ ആണ്. ഞങ്ങൾ അരമണിക്കൂറുടെ വെയിറ്റ് ചെയ്തപ്പോൾ രണ്ടാമത്തെ ഷോയും ആരംഭിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ ഷോയിൽ ഉണ്ടായിരുന്ന മ്യൂസിക് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സോങ് ആയിരുന്നു, ഇന്ത്യൻ ഫിലിം സോങ് ആയിരുന്നു. ഈ രണ്ടാമത്തേത് ഒരു ലുക്ക് ലൈക്ക് അറബിക് സോങ്. അത് കോപ്പറേറ്റ് ഉള്ളതാണെന്ന് കേൾപ്പിക്കാൻ പറ്റില്ല, എന്നാലും വളരെ മനോഹരമായിട്ട് ആ ഫൗണ്ടന് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണേലും അടിപൊളിയായിട്ടുള്ള ഒരു ഷോ ആയിരുന്നു. ഇവിടുന്ന് പോകാൻ തോന്നില്ല. അതുപോലെ ഞങ്ങൾ ഒത്തിരി ലേറ്റായിട്ടാണ് ഇവിടുന്ന് പോയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.